ജാമ്യം കിട്ടിയത്? വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടതുകൊണ്ട് മാത്രം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സുജിത്ത് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തിയത് കൊണ്ട് മാത്രം പുറത്തു വന്നു. അപ്പോൾ മേലധികാരികൾ ഒതുക്കാൻ ശ്രമിച്ചത് ഇപ്പോഴും ഇവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് കുറ്റക്കാർ? ആഭ്യന്തര വകുപ്പാണ് കുറ്റക്കാർ. അതിന്റെ തലപ്പത്ത് ആരാണ്? മഞ്ജുഷ, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പോലീസ് സർവീസ് മാനുവലിലും അതുപോലെ തന്നെ സ്റ്റേഷൻ ഹൗസ് മാനേജ്മെൻറ്റിന് പ്രത്യേകമായിട്ടുള്ള ഒരു മാനുവലിലും വളരെ വ്യക്തമായിട്ട് പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് വ്യക്തമായി അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്ത് വളരെ അടിവരയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എത്തിക്കൽ ബിഹേവിയർ ആൻഡ് പ്രൊഫഷണലിസം. എത്തിക്കൽ ബിഹേവിയർ ആൻഡ് പ്രൊഫഷണലിസത്തിൽ ഏറ്റവും ആദ്യം പറയുന്നത് ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, അതുപോലെ തന്നെ നല്ല ബിഹേവിയർ, കൈൻഡ്നസ്, ഇതൊക്കെയാണ് അതിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല കൈൻഡ്നസ് ആണല്ലോ അവിടെ കാണുന്നത്, നല്ല കൈൻഡ്നസ് ആണല്ലോ കാണുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതേ ആളുകൾ ഇപ്പോഴും എങ്ങനെ സർവീസിലിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ മാത്രം കുഴപ്പമല്ല, അവരുടെ മുകളിലുള്ള മേലാളന്മാരുടെയും കുഴപ്പമാണത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ 3rd ഡിഗ്രി സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, കേരളത്തിൽ നടാടെയൊന്നുമല്ല. ഈ ഒരു കേസ് 3rd ഡിഗ്രി ഒന്നും ഉപയോഗിച്ചതല്ല. ഇതിനകത്ത് മർദ്ദിക്കുന്നുണ്ടോ ശരി തന്നെയാണ്. ഈ ഉരുട്ടിക്കൊല, ഉരുട്ടല്, ഇപ്പം നവാബ് രാജേന്ദ്രനെ ഉരുട്ടിയതുപോലെ കെ കരുണാകരൻ്റെ പോലീസിൻ്റെ കാലത്ത്, അതുപോലെ തന്നെ ഈശ്വരവാര്യയുടെ മകനെ രാജൻ കേസ്, ഇതൊന്നും നമ്മൾ മറക്കാറായിട്ടില്ല. ഇങ്ങനെ നിരന്തരമായ ഓരോരോ കാലഘട്ടത്തിലും ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ് നടന്നത്. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അക്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുത്തിട്ടുള്ള, സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള 600-ലധികം പോലീസുകാരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇത് കാണോ, ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥർ എവിടെയുണ്ട് എന്ന് ചോദിച്ചു നോക്കൂ ജയരാജ്. ഈ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ഇതിനേക്കാൾ വലിയ ജീവനുള്ള ദൃശ്യങ്ങൾ വേണോ? ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരാളിപ്പം മരിച്ചു, ആ മരിച്ചെങ്കിൽ അയാളുടെ ഡെഡ് ബോഡി എങ്കിലും കിട്ടണം. ആ ഡെഡ് ബോഡി പോലും കിട്ടാതെ വർഷങ്ങളോളം ഒരു അച്ഛൻ കയറി ഇറങ്ങി നടന്നത് കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. നവാബ് രാജേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളെ പോലെ ഒരു ജേർണലിസ്റ്റിനെ ഭേദ്യം ചെയ്ത് അയാളുടെ പല്ലുകളെല്ലാം ഇടിച്ചു കൊഴിച്ചത് അടിയന്തരാവസ്ഥ കാലത്താണ്. അത് കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്താണ്. കെ കരുണാകരനെതിരെയൊക്കെ സമരം നയിക്കുകയും അത് കേരള സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയും ഭരണ തലപ്പത്ത് ഇരിക്കുന്നവർക്കെതിരെ സമരം ചെയ്യുകയും ചെയ്ത ഒരു പാർട്ടി ഭരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇത്രയും നികൃഷ്ടമായ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്. ശ്രീ ജയരാജ്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്, ഒരു വാക്കുകൊണ്ട് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത സംഭവമാണ്. ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാമായിരുന്നു. ഇതൊന്നുമില്ലാതെ വഴിയിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് തുണി പോലും ഇല്ലാതെ മർദ്ദിച്ച് അവശനാക്കി ചെവിയും തകർത്തതിനു ശേഷം ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇക്കാര്യത്തിൽ സാധ്യമാവുകയില്ല. അതിനേക്കാളെല്ലാം ഉപരി ഈ 4 പേരും ഇപ്പോൾ സർവീസിലുണ്ട് എന്നുള്ള കാര്യമാണ്. അതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ഇത് ഈ ഒരു CCTV ദൃശ്യം വന്നതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ കഴിയുകയില്ലല്ലോ. ഇവർ കുന്നംകുളം സ്റ്റേഷനിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും, ഓരോ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാനൊന്ന് പറയട്ടെ മഞ്ജുഷ, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇതിനകത്ത് നമ്മൾ വൺ സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ പോലീസ് സ്റ്റേഷനിൽ 2 ചെറുപ്പക്കാർ നിന്നപ്പോൾ ആ ചെറുപ്പക്കാരെ ചോദ്യം ചെയ്തപ്പോൾ അവരോട് പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ വ്യക്തി ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് ഒരു ഭാഷ്യമാണ്. അതിന്റെ വീഡിയോ റെക്കോർഡിങ്ങോ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായ ധാരണ ഈ ഇരിക്കുന്ന ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ജയരാജ് ഉദ്ദേശിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ പോലീസിന് നേരെ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് എന്നതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ജനീഷ്.